ഹയാസ് ഇതും വെച്ച് ഉണ്ടാക്കുന്നത് നോക്കി നോക്കി പഠിച്ച് ഹംനെ ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒരു യോ പറയുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ജോലിക്ക് പോയ ഉമ്മിച്ച് തിരിച്ചു വരുമ്പോഴേക്കും അത്യാവശ്യം കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചേക്കാന്ന് ഓർത്തിട്ട് ഞാൻ കിടന്ന റൂമിന്റെ ക്ലീനിങ്ങിനാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കർട്ടനൊക്കെ മാറ്റിയത്, ജനലൊക്കെ തുറന്നപ്പോഴേക്കും നല്ല വെളിച്ചമൊക്കെ വീണിട്ടുണ്ട്. ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് കൊട്ടിക്കടഞ്ഞ് വിരിക്കാൻ ഓർത്തു. കഴിഞ്ഞ വീഡിയോയിൽ ഉമ്മിച്ചിക്ക് എന്താ ജോലി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഉമ്മിച്ചി ഒരു ഷോപ്പിൽ പാക്കിംഗ് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻഷാല്ലാ ഞാൻ ഒരു ദിവസം എന്തായാലും ഉമ്മിച്ചിയുടെ ജോലി സ്ഥലമൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ. രണ്ടാമത്തെ ബെഡ്റൂമിൽ വന്ന് അവിടെ ഒന്ന് കൊട്ടിക്കൊടിഞ്ഞൊക്കെ വിരിക്കുന്നുണ്ട്. ഇതൊക്കെ വെറുതെയാണ്. ഇപ്പൊ തന്നെ പിള്ളേര് കയറി ഇതൊക്കെ അങ്ങോട്ട് മാറ്റി തരും കേട്ടോ. ഹംനാക്ക് കഴിക്കാൻ ഞാൻ കുറച്ച് പൊരി പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് താഴിട്ടിട്ട് അവള് തന്നെ അടിച്ചു വരുന്നുണ്ട്. പിന്നെ ഞാൻ കൈയോടെ തന്നെ അടിച്ചുവാരലും അങ്ങോട്ട് പാസ്സാക്കി കേട്ടോ. ഇനിയിപ്പോ അധികം നേരം വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. പിന്നെ കുറച്ച് തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നല്ല വെയിൽ കണ്ടതുകൊണ്ട് തന്നെ വിരിച്ചിടാണ്. കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഞാൻ ഈ കിണറിന്റെ മുകളിലാണ് കേട്ടോ വിരിച്ചിരുന്നത്. ഇവിടെ അഴയുടെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്, കാരണം ഉമ്മിച്ചി മാത്രമേ ഉള്ളൂല്ലോ. അപ്പൊ അതേ ചെറിയ ഒരു അഴ മാത്രം മതി ഉമ്മിച്ചിയുടെ തുണികളൊക്കെ വിരിച്ചിടാനായിട്ട്. ഇതിന്റെ ഇടയിൽ ഞാൻ പിള്ളേരെ കുളിപ്പിക്കലും റെഡിയാക്കലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. കൈയോടെ ഞാനും പോയി കുളിച്ചു വന്നു കേട്ടോ. നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടില് ഒരു മരണാവശ്യമുണ്ട്. അപ്പൊ ഉച്ചക്കാലത്തേക്ക് നമുക്ക് അവിടത്തേക്ക് പോകാനുണ്ട്. ഞാൻ ഇട്ടേക്കുന്നത് ഉമ്മിച്ചിയുടെ ടോപ്പാണ് കേട്ടോ. ഞാൻ ഇത്തവണ വീട്ടിലേക്ക് വന്നപ്പോൾ കാര്യമായിട്ടൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഇടാനായിട്ട്. കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ ഇവിടെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ എത്ര നേരത്തേക്കാണെന്ന് അറിയില്ല. ഞാനും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ഉമ്മിച്ചിയുടെ സൈസ് വലിയ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഉമ്മിച്ചിയുടെ ഡ്രസ്സ് വെച്ചിട്ടാണ് മിക്കവാറും അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോട്ടെ കേട്ടോ. ഈ ഒരൊറ്റ മതിലിന്റെ വ്യത്യാസമേ ഉള്ളൂ അങ്ങോട്ടേക്ക്. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.